ശ്ലോകം 10. ദൂരാതിരതാൽ സമവരുഹ്യ. എപ്പോഴാണോ അവർ തൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് കണ്ടത്, ഉടനെ അക്രൂരൻ താഴത്തിറങ്ങി. ദൂരാൽ, വളരെ ദൂരത്ത് വെച്ച് തന്നെ. രഥാ സമവരുഹ്യ, രഥത്തിൽ നിന്ന് താഴോട്ടിറങ്ങി. നമന്തമേനം, ആ നിലത്തൊന്ന് നമസ്കരിച്ചു. ഉത്ഥാപ്യ, നമസ്കരിച്ച് എഴുന്നേൽക്കാതെ അവിടെ കിടക്കുകയാണ്. ഭഗവാൻ അടുത്തു വന്നു. ഉത്ഥാപ്യ, പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്തു? ഭക്തകുലമൗലിം, ആ ഭക്തന്മാരുടെ വർഗത്തിൻ്റെ കിരീടമാണ്, മകുടമാണ്. അദ്ദേഹം അനേകം ആഗ്രഹങ്ങളോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ആ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഏതാണ്? തന്നെ ഒന്ന് ആലിംഗനം ചെയ്യുമോ? അതാ ഉപഗൂഹൻ, കെട്ടി അങ്ങോട്ട് പിടിച്ചു. എന്താണ് വെച്ചാൽ ഇതുവരെ കണ്ടില്ലല്ലോ, 11 വയസ്സായി, ഇതുവരെ കണ്ടില്ലല്ലോ. ഉത്ഥാപ്യ ഭക്തകുലമൗലിം അഥ ഉപഗൂഹൻ. അക്രൂരൊന്നും സംസാരിക്കുന്നില്ല. കൃഷ്ണനും അതുപോലെ തന്നെ. ഹർഷാൽ, സന്തോഷം കൊണ്ട്. മിതാക്ഷരഗിര, വളരെ ചുരുക്കം. സുന്ദരനല്ലേ ഇളയച്ചൻ, സുന്ദരനല്ലേ. കുശലാനി യോഗി, അങ്ങനെ കുശലത്തെക്കുറിച്ച് അന്വേഷിച്ചു, ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. പാണിം പ്രഗൃഹ്യ, ഒരു കൈ താൻ പിടിച്ചു. ഏട്ടാ ആ കൈ പിടിച്ചോളൂ. സബലഹ, ഏട്ടനെ കൊണ്ട് മറ്റേ കൈ പിടിപ്പിച്ചു. പാണിം പ്രഗൃഹ്യ സബലഹ അഥ ഗൃഹാന്വിനേധ, അങ്ങനെ ഗൃഹത്തിലേക്ക് നയിച്ചു, കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാൻ അറിയാത്തതായ ഒരു കാര്യവുമില്ല. പ്രപഞ്ചത്തിൽ എന്തെന്ത് നടക്കണമോ അത് ഭഗവാൻ അറിയുന്നു. ഏതുപോലെ എന്നാൽ ആ 8 കാല് കെട്ടിയ വലയിൽ അതിൻ്റെ മധ്യത്തിൽ അതിരിക്കണു. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് വന്നാൽ അതറിയണം. അതുപോലെ ലക്ഷ്യം വരും, പുറപ്പെട്ടതും അവിടെ എത്തുന്നതെല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അന്ന് ആ വിധത്തിൽ പശുക്കളെ കറക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നത്. അതിന് സംശയമില്ല. ശ്ലോകം 11. നന്ദേന സാകം അമിതാദരം അർച്ചയിത്വാ. അച്ഛാ നോക്കൂ, ഇതാരാ വന്നിരിക്കണേ? ഇളയച്ചൻ വന്നിരിക്കണു. അങ്ങനെ നന്ദഗോപരോടുകൂടി വർദ്ധിച്ചതായ ബഹുമാനത്തോടി അമിതാദരം അർച്ചയിത്വാ, അക്രൂരരെ പൂജിച്ചു. ഇളയച്ചനായിട്ട് വരും, വസുദേവരുടെ അനുജനായിട്ട് വരും. നേരിട്ടല്ല, ആ വംശത്തിൽ തന്നെയുള്ള ആളാണ് ഋഷി. അപ്പോൾ കൈ കഴുകാൻ, കാല് കഴുകാൻ അർഘ്യപാദ്യങ്ങൾ എന്ന് പറയും. പിന്നെ കുടിക്കാനുള്ളതായ വെള്ളം, അങ്ങനെ ഓരോന്ന് കൊടുക്കുകയാണ്. നന്ദേന സാകം, അതെല്ലാം അച്ഛൻ്റെ കൂടെ. അമിതാദരം, വർദ്ധിച്ചതായ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ പൂജിച്ചിട്ട് അർച്ചയിത്വ. തം യാദവം, യാദവന്മാരിൽ ശ്രേഷ്ഠനാണ്. ഇപ്പോൾ മന്ത്രിയാണ്. തന്നെ കൂട്ടുകൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഒക്കെ ഭഗവാൻ അറിയാം. അങ്ങനെ ആദ്യം നന്ദഗോപരോട് എന്തിനാണ് താൻ വന്നത് എന്ന് പറയുകയാണ്.
തതുദിതാം നിശമയ്യ വാർത്താം, അദ്ദേഹത്താൽ പറയപ്പെട്ട, അക്രൂരനാൽ പറയപ്പെട്ട വാർത്താം നിശമയ്യ, ആ വാർത്തയെ, ആ സംഭാഷണത്തെ കേട്ടിട്ട് കൃഷ്ണൻ കേട്ടുകൊണ്ടേയിരുന്നു. നന്ദഗോപരോട് പറയുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. ഗോപേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ, ആ കംസൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം, ആജ്ഞയാണത്. എല്ലാവരും ധനുയാഗത്തിന് വരണം, കാർമുകമകത്തിൻ്റെ യാഗത്തിന് എല്ലാവരും വരണം. നിങ്ങളുടെ എന്തെല്ലാം ഗോരസങ്ങളുണ്ടോ, പാല്, വെണ്ണ, മോര്, തൈര്, സകലതും എടുത്തുകൊണ്ടുവരും. ഭൂപതി നിർദ്ദേശകഥാം നിവേദ്യ, അതവരെ അറിയിച്ചു. അപ്പോഴേക്കപ്പോഴേ രാത്രി തന്നെ അറിയിച്ചു. അതിനുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി എല്ലായിടത്തും. അന്നൊക്കെ അറിയിക്കൽ എങ്ങനെയാണ്? ചെണ്ട കൊട്ടിയിട്ടാണ്. ഓരോ സ്ഥലത്ത് ചെണ്ട കൊട്ടി അറിയിക്കും. തതുദിതാം നിശമയ്യ വാർത്താം, ആദ്യം അക്രൂരൻ അച്ഛനോട് പറഞ്ഞതായ വാർത്തകൾ താൻ ശ്രദ്ധിച്ച് കേട്ടു. അദ്ദേഹം പറഞ്ഞതായ രാജാവിൻ്റെ ആജ്ഞയെ ഗോപേഷു നിവേദ്യ, ഗോപന്മാരെ അറിയിച്ചു. എന്താ വാർത്ത? ഭൂപതി നിദേശകഥം, ആ കംസൻ പുറപ്പെടുവിച്ചതായ ആജ്ഞ, എല്ലാവരും യാഗത്തിനെത്തണം, നിങ്ങളുടെ കയ്യിലുള്ള ഗോരസങ്ങളെ എടുത്തുകൊണ്ട് വരണം എന്നുള്ളത് ഇതായി. ആഹാരം കഴിച്ചു. അക്രൂരൻ, ഈയിടെയായിട്ട് എനിക്ക് അത്ര നല്ല സുഖമില്ല, ഞാൻ കിടക്കട്ടെ. കിടന്നോളൂ. ഭഗവാൻ അന്ന് അങ്ങനെ ആ വിധത്തിൽ പ്രേരിപ്പിച്ചു, അതോരെ പ്രേരിപ്പിച്ചു. എനിക്ക് നേരത്തെ കിടക്കണം എന്ന് പോയി കിടക്കാൻ പോയി. എന്നാലേ ഇവിടെ വല്ലതും പറയാൻ പറ്റുള്ളൂ. എപ്പോൾ അദ്ദേഹം പോയോ? നാനാകഥാഭിഹി, കംസൻ്റെ എല്ലാ കാര്യങ്ങളും അക്രൂരൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും. അങ്ങനെ നിശാമനൈഷി, ആ രാത്രി കഴിച്ചു കൂട്ടി. ശിവരാത്രിയല്ല, കൃഷ്ണരാത്രി. കൃഷ്ണരാത്രി എന്ന് പറയാം നമുക്ക്. ഇനി അക്രൂരൻ്റെയും ഭാഗ്യം, ഭഗവാൻ പിന്നെ ഉറക്കമില്ല, എപ്പോഴും യോഗനിദ്രയിലാണ് അദ്ദേഹം. ഇവിടെ തന്നെ നമുക്കറിയാം, മാതാ അമൃതാനന്ദമയി ദേവി അനേകം സമയങ്ങൾ യോഗനിദ്രയിലാണ്, ഉറക്കമില്ല. അമ്മയെ ഞാൻ കാണുന്നത് 1987 ബോംബെയിൽ വെച്ചിട്ടാണ്. 17 മണിക്കൂറാണ് അന്ന് അമ്മ ദർശനം കൊടുത്തത്. 17 മണിക്കൂർ പീഠത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ 17 മണിക്കൂർ. നാലിച്ചു നോക്കും. ഒരു പ്രാഥമിക കർമ്മത്തിനും എഴുന്നേറ്റില്ല. അവരെപ്പോഴും യോഗനിദ്രയിലാണ്. പിന്നെ ഭഗവാന്റെ കാര്യം ചോദിക്കണം. നാനാകഥാഭിഹി, അക്രൂരൻ ഭയപ്പെട്ടിട്ടാണ് പറയുന്നത്. കംസൻ ഇങ്ങനെയാണ്, കംസൻ ഇങ്ങനെയാണ്, ഉണ്ണി സൂക്ഷിക്കണം കേട്ടോ. ഇളയച്ചനൊന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഒക്കെ ഞാൻ നോക്കിക്കോളാം. നിശാമനീഷി, അങ്ങനെ രാത്രി കഴിച്ചുകൂട്ടി രാവിലെ പുറപ്പെടാൻ വേണ്ടി തയ്യാറായി. കിടന്നിട്ടില്ല, ഉടനെ കുളിക്കാൻ പോയിട്ടുണ്ടാവണം. എന്തായാലും അന്ന് ഭഗവാൻ ഗോപികളുടെ അടുത്തേക്ക് പോയില്ല. അതാണിനി അടുത്ത 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ചന്ദ്രാഗൃഹേകിം, ഓരോ ദിവസം ഓരോ ഗോപിയുടെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അവർക്ക് സംശയം, ഇന്നെന്താ കൃഷ്ണൻ വരാത്ത? ആ ചന്ദ്രയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുന്നു. ചന്ദ്രാഗൃഹേകിം. അപ്പോൾ വേറൊരുത്തി പറഞ്ഞു, അല്ല ചന്ദ്രഭഗാഗൃഹേ എന്നു, ചന്ദ്രഭഗയുടെ ഗൃഹത്തിലേക്കാണ് ഇന്ന് പോയിട്ടുണ്ടാവുക. അപ്പോൾ വേറൊരുത്തി പറഞ്ഞു, ഏയ് രാധാഗൃഹേ, രാധയുടെ അടുത്താണ് എപ്പോഴും പോകാറുള്ളത്. ഏയ് അല്ല, കിമു മൈത്രവിന്ദേ, ആ മിത്രവിന്ദരുടെ അടുത്തേക്കാണ് പോകാറുള്ളത്. ധൂർത്തോ വിളംബതേ,
ധൂർത്തനായിരിക്കുന്ന ഈ ഭഗവാൻ എന്തുകൊണ്ട് ധൂർത്തനായി? ഏതൊരാനന്ദത്തിന് വേണ്ടിയാണോ അവർ ഇതാവുന്നത്, ആ ആനന്ദം ആത്മാവിലൂടെ അവർക്ക് പ്രദാനം ചെയ്യണം. തൻ്റെ സ്പർശം കൊണ്ട്, തൻ്റെ സംസാരം കൊണ്ട് ആ ആനന്ദത്തിനെ അവർക്ക് പ്രദാനം ചെയ്തു. എങ്കിലും ഈ ഗോപിമാർക്ക് ഭഗവാൻ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്നത് വ്യക്തമായില്ല. ഭഗവാൻ മറ്റു പല സ്ത്രീകളുടെ അടുത്തേക്ക് പോയിരിക്കും എന്ന് പ്രമദാഭിഹി ഉച്ചൈഹി ആശങ്കിത. ആ ഗോപിമാർ അങ്ങനെ ചിന്തിച്ചു, സംശയിച്ചു. എപ്പോ? നിശി, ആ രാത്രി മുഴുവൻ അവരും ഉറങ്ങിയില്ല. അവർ കേട്ടു രാവിലെ ഇവർ പോകുന്നുണ്ട്, ഭഗവാൻ പോകുന്നുണ്ട് എന്നുള്ളതായ വാർത്ത കേട്ടു. ഹേ മരുൾപുരനാഥ, ഹേ ഗുരുവായൂരപ്പ, മരുത് പുരനാഥ, മരുത്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടതായ പുരം. മരുത്ത് വായു, വായുവിൻ്റെ പുരം ഗുരുവായൂർ, ഗുരുവായൂരിൻ്റെ നാഥൻ ഗുരുവായൂരപ്പൻ. സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം മരുത്ത് നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, അതിൻ്റെ പുരം ഈ ശരീരം, ശരീരത്തിൻ്റെ നാഥൻ ആത്മാവ്. സൂക്ഷ്മാർത്ഥം. ഹേ ഗുരുവായൂരപ്പ പായാഹ ത്വം പായാഹ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മനസ്സ് എപ്പോഴും വിഷയങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ പിടിച്ചുകൊണ്ടുവന്ന് ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായ പരമാത്മാവിൽ വയ്ക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പായാഹ, ഞങ്ങളെ രക്ഷിക്കണമേ.